അങ്ങനെ നൂറ്റാണ്ടുകൾക്ക് ശേഷം ഹലോ ഗൈസ്, അങ്ങനെ പുതിയ ഗെയിമായിട്ട് നമ്മൾ വന്നിട്ടുണ്ട്. ഈ ഗെയിമിൻ്റെ പേരാണ് ഫിയർ ടു ഫെദർ. നിങ്ങൾക്ക് കുറേ പേർക്ക് ഈ ഗെയിമിനെ കുറിച്ച് അറിയായിരിക്കും, കാരണം ഇത് അത്യാവശ്യം ഫേമസ് ആയ ഗെയിമാണ്. ഒരു ഹൊറർ ഗെയിമാണ്. ഇതിൻ്റെ അകത്ത് കുറേ അധികം എപ്പിസോഡ്സ് ഉണ്ട് നമുക്ക് കളിക്കാൻ വേണ്ടി. പക്ഷെ നമുക്ക് ഫ്രീ ആയിട്ട് കളിക്കാൻ പറ്റുന്നത് ഹോം അലോൺ മാത്രമാണ്. പിന്നെ അറിയത്തില്ലാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞേക്കാം, ഇത് ഞാൻ കളിക്കുന്ന മൊബൈലിലാണ്. നമുക്ക് മൊബൈലിലും ഫിയർ ടു ഫെദർ കളിക്കാൻ പറ്റും. പിന്നെ ഇത് കണ്ടിട്ടുള്ളവർക്ക് അറിയായിരിക്കും, ഇത് ശരിക്കും നടന്നിട്ടുള്ള കഥ ഇവർ ഗെയിമിലോട്ടാക്കിയതാണ്. അങ്ങനെ കളിക്കാൻ ഇച്ചിരി രസം കൂടും. ഏതായാലും നമുക്ക് ഗെയിമിലേക്ക് കയറിയേക്കാം. ഇതിന്ന് വല്ലതും ആകുമോ? വന്നു ഫിയർ ടു ഫെദർ എപ്പിസോഡ് 1. ഫിയർ അല്ലല്ലേ, ഫിയേഴ്സ് എന്ന ഹോം അലോൺ. കൊള്ളാം. ജൂലൈ 12. കൊള്ളാല്ലേ. ദൃശ്യത്തിലെ ഓഗസ്റ്റ് 2, ഇവിടെ ജൂലൈ 12. സംതിങ് വെരി സസ്പീഷ്യസ്. കഥ തുടങ്ങിയിട്ടുണ്ട്. ഐ ഡിഡ്ന്റ് വാണ്ട് ടു പുട്ട് ദിസ് ഓൺ റെഡിറ്റ് ജസ്റ്റ് ഫോർ ടു ബി കോൾഡ് എ പീസ് ഓഫ് ഫിക്ഷൻ. അവൻ പറയുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, അവനിത് റെഡിറ്റ് എന്ന് പറയുന്ന സംഭവത്തിൽ ഫിക്ഷനാന്ന് പറഞ്ഞ് ഇടാൻ ആഗ്രഹമൊന്നുമില്ല. കാരണം ഇത് അവൻ്റെ അത്യാവശ്യം വലിയ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമുക്ക് തുടങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ട്. തുടങ്ങിക്കോ. പിന്നെയും ബ്ലാക്ക് സ്ക്രീൻ. പിന്നെയും കഥ. ഇറ്റ് വാസ് ഇൻ ദ മിഡിൽ ഓഫ് ദ സമ്മർ മൈ പേരൻസ്. മൊത്തം വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഇറ്റ് വാസ് ഇൻ ദ മിഡിൽ ഓഫ് ദ സമ്മർ മൈ പേരൻസ്. ഇത് എൻ്റെ കൊണ്ടുപോയി വായിച്ചു കഴിഞ്ഞില്ല. കുഴപ്പമില്ല, എൻ്റെ ആനയുടെ അത്രയും വലിപ്പമുള്ള തലച്ചോറ് ഏതാണ് എല്ലാം ഓർമ്മയിരിക്കുന്നുണ്ട്. തുടങ്ങിയോ? ഇവിടെ ഒന്ന് നിർത്താം നമുക്ക്. ഇനി ഞാൻ കഥ പറഞ്ഞുതരാം. അവൻ എന്നാ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഈ സംഭവം നടന്നത് അവൻ്റെ വേനൽക്കാലത്തുള്ള അവധിക്കായിരുന്നു. അവൻ്റെ അച്ഛനും അമ്മയും ജോലിയുടെ കാര്യത്തിൽ ട്രിപ്പ് പോയേക്കുമായിരുന്നു. ആ സമയത്ത് അവൻ തന്നെ ഉള്ളായിരുന്നു. അവൻ വീട്ടിൽ എപ്പം വേണമെങ്കിലും കിടക്കുക എഴുന്നേക്കുമായിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അലാവ അടിക്കാൻ തുടങ്ങി. ഇവിടെ അലാവ ഇരിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ എന്നാ ചെയ്യണ്ടേ? മൊത്തം ഒരു മഞ്ഞ രസമാണ്. ഇതിനെ ഞാൻ മഞ്ഞപ്പിട്ടുണ്ട്. ഏതായാലും ഈ അലാവ നമുക്ക് ഓഫാക്കി വെക്കാം. ഇനി ഐ വോക്ക് അപ്പ് അറ്റ് അറൗണ്ട് 8 ആഫ്റ്റർ ഐ നാപ്പ് ദാറ്റ് ഈവനിങ്. ഞാൻ വൈകിട്ട് 8 മണിക്ക് എഴുന്നേക്കുന്നത്. ഇപ്പോൾ 8 മണി ആയല്ലേ സമയം നേരം. എഴുന്നേക്കാം. നമ്മുടെ സംഭവം എല്ലാം കാണിക്കുന്നുണ്ട്. ഇവിടെ ഇഷ്ടം പോലെ അലമാരിയൊക്കെ ഉണ്ടല്ലേ. ഇത് ഒരു കുഞ്ഞ് വീടാണെന്ന് തോന്നി. കാണാൻ രസമുണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്ത് ഇതൊന്നും തുറക്കത്തില്ല. നമുക്ക് തുറക്കാൻ പറ്റുമെങ്കിൽ അതിൻ്റെ അകത്ത് നമുക്ക് ഇതിൻ്റെ അകത്ത് ഒളിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് അന്നേരം എന്തോക്കെ അപകടം വരാൻ സാധ്യതയുണ്ടെന്നാണ് അർത്ഥം. നമുക്ക് മെസ്സേജൊക്കെ വായിച്ച് നോക്കാം. അമ്മയുടെ എന്തോ മെസ്സേജൊക്കെ വന്നിട്ടുണ്ട്. എനിക്ക് വായിക്കാൻ മടിയാളേ. ഇതിൻ്റെ അകത്ത് അവർ പറഞ്ഞേക്കുന്നത് അവർ സൺഡേ ആകും വരണമെന്നാണ്. ഇവൻ്റെ അച്ഛനും അമ്മയും വരണമെങ്കിൽ. പിന്നെ ഇവനോട് എന്തൊക്കെ എടുത്ത് കഴിക്കാൻ പറയുന്നുണ്ട്. അവൻ പീസ് മേടിച്ചോളാന്നൊക്കെ പറയുന്നത്. ഇവിടെ നോക്കിയാൽ പുറത്തേക്കൊക്കെ കാണാല്ലേ. നമുക്ക് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി നോക്കാല്ലേ. ഫോൺ ചെറുതായിട്ട് ഹാങ് ആവുന്നുണ്ട്. അയ്യോ, എൻ്റെ ഫോണിൽ തോന്നുന്നു സിം. തോന്നു. എടാ, ഇത് 2ാം നിലയിലാണ് നമ്മൾ. ഞാൻ വിചാരിച്ചു നമ്മളിരുന്ന മൂവി ഒരു വീടാണ്. ആരുമൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ടല്ലോ. ചെക്ക് ഫ്രിഡ്ജ് എന്നൊക്കെ അയക്കുന്നുണ്ട്. എന്തോ ഫുഡ് കഴിക്കാനാണ് തോന്നി. വേറെ എന്തൊക്കെ അയക്കുന്നുണ്ട്. ലസാക്കയോ അങ്ങനെ കണ്ടാ ഫുഡിൻ്റെ പേര്. ഇതിനൊക്കെ പേരാണ്. താഴോട്ട് ഇനി ഉണ്ടല്ലേ. ഇതാരാ? ഇടയ്ക്ക് പോയി. ഇത് അവൻ്റെ അച്ഛൻ്റെ അമ്മയുടെ വീടാണ്. അല്ല മൂവിയാണ്. ലൈറ്റൊന്നും ഇടാൻ പറ്റത്തില്ല. എന്നാ വട്ട വീടാടി. കാണാൻ വലിപ്പമുള്ളല്ലോ. കാണാൻ കുഴപ്പമില്ല കേട്ടോ. അതൊക്കെ കൊള്ളാം. പട്ടിയൊക്കെ കുരയ്ക്കുന്നുണ്ട്. മൊത്തം ഇരുട്ടാല്ലേ. കണ്ടിട്ടേന് ഒരു പേടി വൈവാ. എനിക്കിപ്പോഴും ഒരു പേടി വരാൻ തുടങ്ങി. ഏതായാലും നമുക്ക് ഈ മൂവി വിട്ട് താഴോട്ടൊക്കെ ഒന്ന് പോയി നോക്കാം. നമുക്ക് ഫുഡൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇതല്ലേ ഫ്രിഡ്ജ്. ഇവിടെ തുറക്കാനായിരിക്കും മതി. അവിടെ ഹാള്. ഇത് വലിയ വീടാണ് കേട്ടോ. ഇഷ്ടം പോലെ മുറികളുണ്ട് ഇവിടെ. ക്ലൗച്ച് ചെയ്യാൻ കാണിക്കുന്നത്. ഇവിടെ എന്നാ സംഭവം? ഇപ്പം ആരെങ്കിലും വരൂ. ഇതാണ് ഹാളല്ലേ. കൊള്ളാം. ഇനി നമുക്ക് അടുക്കളയിലോട്ട് പോയിട്ട് പിന്നെ ഹാങ് ആകും. പിന്നെ ഇതാണ് ഓട്ടോമാറ്റിക് കർട്ടന. കൊള്ളാം. ഇനി നമുക്കിത് തുറന്നിട്ട് ഫുഡ് നോക്കാം. തുറക്കുന്നില്ലല്ലോ. ഹാങ് ആകുന്നുണ്ട് കേട്ടോ. നല്ലപോലെ ഹാങ് ആകുന്നുണ്ട്. ഇതാണെന്ന് ഒന്ന് കണ്ടിട്ട് ഫുഡ് വാസ് കോൾഡ്. പിന്നെ നിൻ്റെ ഫ്രിഡ്ജിനകത്ത് വെച്ച് കഴിഞ്ഞാൽ ചൂടായി കിട്ടൂ. എന്നാ പൊട്ടനാണ്. ഇതല്ലല്ലോ. ഇനി ഇതെന്നാ ചെയ്യണ്ടേ ഇപ്പോൾ? ഇത് സ്റ്റൗ ഇരിക്കുന്നത് അതിൻ്റെ അകത്ത് വെക്കണമായിരിക്കും. എങ്ങനെ വെക്കണ്ടേ? ഇങ്ങനെയാണോ? ഇത്ത ഞെക്കണമല്ലേ. ഫുഡ് വാസ് ഹീറ്റിങ്. ഓക്കെ നമുക്ക് ചെറുതായിട്ടൊന്ന് കവങ്ങിയിട്ടൊക്കെ വരാം. ഇങ്ങോട്ട് മൂവി ഉണ്ടല്ലോ.
ഇവിടെ ഇങ്ങനെ ഇരുട്ട് വന്നിട്ടാണല്ലോ. ഓ, ഇത് നമ്മൾ ചുറ്റി ചുറ്റി ഇങ്ങനെ ഹാളിത്താൻ ചെല്ലൂലേ. ഇവിടെ ഡോറുണ്ട്, ഒന്നും കാണത്തില്ല. തുറന്ന് എനിക്ക് പേടിയാ. എല്ലാം ആരെങ്കിലും കയറി വന്നിട്ട് എൻ്റെ പിന്നെ പണിയാകും. വലിയ വീടാണ് കേട്ടോ. ടി വി ഒക്കെ ഓണാക്കാൻ പറ്റൂ? ഓ, പറ്റൂടാ, കൊള്ളാലോ. നമ്മുടെ ഫുഡ് എടുത്തുകൊണ്ട് വരാം. ഫുഡ് കഴിച്ചുകൊണ്ട് ടി വി ആണ്. ഐ ലൈക്ക് ഇഡ് ടു വാച്ച് ടി വി എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്കിവിടെ വല്ല ഇരുന്ന് കഴിക്കാൽ ഇവിടെ വെക്കാൻ പറ്റൂ? ഇതെങ്ങനെയാണ് വെക്കുന്നേ? എനിക്കറിയത്തില്ല. ഐ ലൈക്ക് ഇഡ് വാച്ചിങ് ടി വി. ഓ, അവിടെ ചെന്ന് വേണമല്ലോ ഇരിക്കാൻ. അത് പറ. ഇനി ഇവിടെ എങ്ങനെ ഇരിക്കുന്നേ? ഇരി ഇരിക്കങ്ങോട്ട് ഇവിടെയാണ് ഇരിക്കേണ്ടത്. ഓ, ഇത്ര ഞെക്കണമല്ലേ? ഞെക്കിയാലേ ഇരിക്കത്തുള്ളൂ. നിങ്ങൾക്കിത് കണ്ടിട്ട് വല്ലതും തോന്നുന്നുണ്ട്? ഈ ഫുഡ് കണ്ടിട്ട് എനിക്കെന്തോ ശ്രദ്ധിച്ചിട്ടതെന്തോ ചൂടാക്കി തിന്നുകൊണ്ടിരിക്കുന്നത്. ഇതെന്തുവാണ് ഒച്ചയൊക്കെ കേൾക്കുന്നത്? വന്ന ഒച്ചയാണ് ടി വിക്കകത്തുനിന്ന്. ഈ ഒച്ച തന്നെ കേട്ടാൽ നമ്മൾ മേടിച്ചു പോലും. എത്തുന്നില്ല, എത്തങ്ങോട്ട്. ഞാൻ ഈ ഫുഡ് എടുക്കാൻ വേണ്ടി സ്ക്രീൻ അതിരിക്കുന്നത്. ഐ വാസ് ആൾറെഡി ഫീലിംഗ് സ്ലീപ്പി. എന്നാൽ നമുക്കിവിടെ നിന്ന് എഴുന്നേറ്റ് പോവാം. തിന്നു കഴിഞ്ഞാലോ. ഇനി ഇതെവിടെ കൊണ്ടാണ് ഇടണ്ടേ? അടുക്കളയിൽ പോയി നോക്കാം. നമുക്ക് ടി വി ഓഫാക്കിക്കാം. നമുക്ക് കരണ്ട് അമൂല്യമാണ്. കരണ്ടിനെ നമ്മൾ രക്ഷിക്കണം. ഓ, സാംസങ് ഇത് നമുക്കിവിടെ വലിയ ഇട്ടേച്ച് പോകും. ഇനി നമുക്ക് മണ്ടേ പോയി ചാച്ച. ഓ, ഇവൻ്റെ കൂട്ടുകാരനെയും മറ്റേ സാംസൺ ഒലീവ് അങ്ങനെ കണ്ട പേരുള്ള ഒരുത്തൻ. അവനെന്തോ ബളബളാന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. നമുക്ക് ഏതായാലും പോയി ചാച്ചണം. പാതിരാത്രി വേണം നമുക്ക് പേടിച്ചെഴുന്നേക്കാൻ. അത് കാരണം ഇപ്പം ചാച്ചാൻ പോകുന്നേ. കഥ കടച്ചില്ല. കഥക്കെപ്പം വേണം, എപ്പോഴും നമ്മൾ അടച്ചിട്ട് വേണം പോകാൻ. കാരണം ആരെങ്കിലും ചിലപ്പോൾ കയറി വരും ഈ ഹൊറർ ഗെയിമിനകത്ത്. അവന് ചാച്ചുന്നതിന് മുമ്പ് ഹോംവർക്ക് ചെയ്യണമെന്ന്. എന്നാ മനുഷ്യനാണ്. പക്ഷേ ഹോംവർക്കൊക്കെ ചെയ്യുന്നു. നിങ്ങൾ പക്ഷേ ഹോംവർക്ക് ചെയ്യണം കേട്ടോ. ഇവിടെ ആയിരിക്കും ഇരിക്കണ്ടേ. ഇരുന്നു. a+b² = a-z y+. ഹോംവർക്ക് ചെയ്തുകൊണ്ട് ചാച്ചിന്ന് തോന്നുന്നു. പിന്നെ അവർ തന്നെയാണ്. വീട്ടിൻ്റെ പോയി. ഓ, 12:38 AM. കൊള്ളാലോ, രാവിലെ ആയി. എന്നിട്ട് ഉറങ്ങില്ലേ? ഡൺ വിത്ത് ഹോംവർക്ക് അബൌട്ട് എ ഫ്യൂ ഹവേഴ്സ്. അവൻ കുറച്ച് മണിക്കൂറും കൊണ്ട് ഹോംവർക്കൊക്കെ എഴുതി കഴിഞ്ഞെന്ന്. രാവിലെ ആയിടി, കിടന്നുറങ്ങടി. ഓ, അമ്മ എന്തൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ടല്ലോ ഇവൻ്റെ. ആദ്യം നമുക്ക് ചാച്ചണം. ഇതവൻ്റെ കൂട്ടുകാരൻ്റെ മെസ്സേജ് ബോക്സ് അമ്മയുടെ. ഓ, ആരോ മറ്റേ അയലക്കത്തെ ആൾക്കാർ ഫോട്ടോ എടുത്തയച്ചു കൊടുത്തെന്ന്. രാത്രി ഇരിക്കുന്നെന്ന് പറഞ്ഞു. ചാച്ചിക്കോ? ചാച്ചി എന്നൊക്കെ നിലവിൽ 1:16. ഐ ഗെറ്റ് അപ്പ് ടു ഗെറ്റ് സം വാട്ടർ. ഓ, ഈ സമയത്താണ് അവിടെ വെള്ളം കുടിക്കാനാണ് ഇറങ്ങുന്നത്. സാധാരണ ഈ സമയത്ത് വെള്ളം കളയാനാണ് പറ്റുന്നത്. ഇവൻ വെള്ളം കുടിക്കാനാണ് ഇറങ്ങുന്നത്. മിക്കവാറും വെള്ളം പേടിപ്പിക്കാനായിരിക്കും. ഓ, താകാരെങ്കിലും ഉണ്ടോ? പേടിയാൻ തുടങ്ങി. അത് രാത്രിയും കൂടെ ലൈറ്റ്. ഓ, പെട്ടെന്ന് വെള്ളം കുച്ചെങ്കിൽ ഇവിടെ വെള്ളം ഇട്ടിട്ട് പോയി. മറ്റേ പോ. ഓടിക്കോ. ഇവിടെ ആരെങ്കിലും ഉണ്ടോ അവിടെ? ഓ, ഇവിടെ മൊത്തം ഇഴിട്ട് പോവാ. കണ്ടിട്ട് പേടി വന്ന്. ഓ, എടാ, അമ്മ എന്തോ മെസ്സേജ് അയച്ചടാ. ഇതാരും നമ്മുടെ വീടിൻ്റെ പുറത്ത് നിൽക്കുന്നു. അതാരടാ? പോയി നോക്കണോ ഇനി? ഈ ജനലൊക്കെ ഒന്ന് നോക്കിയിട്ട് പോവാ, അതാ നല്ലത്. ഇവിടെ ആരുമില്ല. താഴോട്ട് തന്നെ പോയി നോക്കാം നമുക്ക്. ഇതേടാ, അവിടെ ആരും നിൽക്കുന്നുണ്ട്. ഓ, ഇതിൻ്റെ സൗണ്ട് കേട്ട് ഞാൻ ഫോണും കൂടെ താഴിട്ട്. ഏതായാലും മണ്ടയിലോട്ട് ആവും. നമ്മളെ കണ്ടടാ. എനിക്കകത്ത് കയറിയിട്ട് കട്ടിലിൻ്റെ ഇരിക്കാതെ, അതാ നല്ലത്. ഓ, ഇവനാണെങ്കിൽ ആമയുടെ സ്പീഡിലാണ് നടക്കുന്നതും. പെട്ടെന്ന് കഥ ഇതെന്നെ അടയാത്തി. അടഞ്ഞ് ബാക്കി. കട്ടിലിൻ്റെ അടി ചോദിക്കുക. അവൻ്റെ അമ്മ എന്തോ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അവർ പോലീസിനെ വിളിക്കുകയാണ് ഇപ്പം. കഥകൾ തുറക്കില്ലെന്ന്. അത് കള്ളം തന്നെയാണ്. ഇനി അപ്പുറത്തെ വീട്ടിലത്തെ ചേട്ടൻ വല്ലതും ആണെങ്കിലോ? അതിനപ്പുറത്തെ വീട്ടിലത്തെ ചേട്ടനല്ലോ ഫോട്ടോ അയച്ച്. ഇവിടെ ജനൽ പൊട്ടിക്കുന്നതിൻ്റെ ഒച്ച. ഒന്ന് ഇറങ്ങി നോക്കിയാലോ? ഏതായാലും അപ്പുറത്തെ വീട്ടിലത്തെ ചേട്ടനില്ല. ഇതേ പൗളയോ വരുന്നുണ്ട്. അപ്പുറത്തെ വീട്ടിലത്തെ ചേച്ചിയാന്ന് തോന്നി. പൗളിയോ. താഴെ ആരുമില്ല. താഴെ ആരെയും കാണാനില്ല. നോക്കിയാലോ? താഴോട്ടൊന്ന് പോയി നോക്കാം. ഇവിടെ വല്ലതും ഉണ്ടോ? ജനൽ പൊട്ടിക്കുന്നതിൻ്റെ ഒച്ച കേട്ടായിരുന്നു. പതുക്കെ
എടാ ഉണ്ടാ. എൻ്റെ പൊന്നടാ ഇപ്പം ചത്തേനെ. ഇവൻ്റെ വരവൊന്നുമില്ല പേടിപ്പിക്കുന്നേ. ഇതിൻ്റെ അകത്ത പാട്ട് എൻ്റെ പൊന്നെ തിമ്പനും അടിച്ചു പോവും. ആ ബെസ്റ്റ് ഇനി ഒന്നും കൂടെ കളിക്കണം. കൊള്ളാം. വീടിൻ്റെ പുറത്തേക്ക് നമുക്ക് ഓടാൻ പറ്റത്തില്ല, നമുക്ക് ഇവിടം വരെ വരാൻ പറ്റത്തുള്ളൂ. എൻ്റെ പുറത്ത് നിൽക്കുന്നുണ്ട്, നമുക്ക് മണ്ടയിലോട്ട് പോകാം. ഇപ്പോഴാണ് പുള്ളിക്കാരനെ ഒന്ന് ശരിക്കും കാണാൻ പറ്റുന്നത്. കഴിഞ്ഞ അവിടെ നേരെ ഓടുമായിരുന്നു കണ്ടേ അന്നേരം. ഒരു മുട്ടത്തലേനല്ലേ കട്ടിലിൻ്റെ അടിക്കുക. അപ്പുറത്തെ വീട്ടിലത്തെ പൗളച്ചേച്ചിയാണെന്ന് തോന്നി ആ വരുന്നത്. ബെല്ലടിക്കുന്നുണ്ട്. പുള്ളിക്കാരിയാണെന്ന് തോന്നി. ഏതായാലും വീടിൻ്റെ അകത്ത് പുള്ളിക്കാരൻ കയറിയിട്ടുണ്ട്. നമുക്ക് എങ്ങനെയെങ്കിലും വെട്ടിച്ച് താഴോട്ടൊന്ന് ഓടാൻ പറ്റുമോ നോക്കാം. അല്ലാതെ പിന്നെ എങ്ങനെയാണ് സംഭവം നോക്കണ്ട. പിടിക്കൂടാ, ഏതായാലും പിടിക്കൂടാ. എൻ്റെ പൊന്നി പിടിക്കാൻ നേരത്തെ സൗണ്ട് ഒരു രക്ഷയ്ക്കും കൊള്ളത്തില്ല. വൃത്തിയിട്ട സാധനം. പിന്നെയും വന്നിട്ടുണ്ട്. വേണ്ട നിൽക്കുന്ന. ഓടിക്കോ. കഥ കടച്ചോ. ഞാൻ കയറിയില്ല. തുറക്ക്. ഇതെന്നാ കാണിക്കുക. ഞാൻ മൂലയിലോട്ടായി പോവാണല്ലോ. തുറക്ക്. എടാ ഞാൻ കയറിയില്ല. കയറി. ഇടയ്ക്കിടയ്ക്ക്. ഞാൻ ഇച്ചിരി പുറത്താണ് വന്ന് നിൽക്കുന്നത്. ഈ സാധനം അതിൻ്റെ കൂടെ ഹാങ് ആയിക്കൊണ്ടിരിക്കുക. കയറി. ഇപ്പം പുള്ളിക്കാരൻ വരുമോ അല്ലെങ്കിൽ എടാ ഞാൻ കയറില്ലടാ. ഇടയ്ക്ക് തുറക്കടാ. എടാ ഹാങ് ആകുകയും ചെയ്യുന്നുണ്ട്. എന്നെ കാണിക്കും ഇനി. തുറക്ക്. കയറട്ടെ. എത്രയും കയറിയാൽ മതി. മതി. കട്ടിലിൻ്റെ അടിയിൽ കയറിക്കോ. ഇപ്പം പുള്ളിക്കാരൻ വരും. ഇത്തവണ നമുക്ക് ഇവിടെ തന്നെ നിന്ന് നോക്കാം. അന്നേരം പുള്ളിക്കാരൻ എന്നെ കാണിക്കുന്നു നോക്കാമല്ലോ. കട്ടിലിൻ്റെ അടിയിൽ കയറിയിരിക്കാം. എനിക്ക് തോന്നുന്നു ഇവിടെ തന്നെ നമ്മൾ നിൽക്കുക ചെയ്യേണ്ടതെന്നാ. എന്നാ പുറത്തേക്ക് എന്നാ പോയാലും പുള്ളിക്കാരൻ പിടിക്കും. മിക്കവാറും പോലീസ് ഇപ്പം വരുമായിരിക്കും. ഇത് കുറേ നേരമല്ലേ, ഇതുവരെയായിട്ടൊന്നും സംഭവിക്കുന്നുമില്ല. ഒന്ന് പുറത്തേക്ക് പോയി നോക്കിയാലോ. ശരി, നമുക്കൊന്ന് മറ്റേ കഥ നോക്കത്തില്ലേ, അവിടെ വരെ ഒന്ന് പോയി നോക്കാം. ഇച്ചിരിയും കൂടി പിടിക്കോളെ. ഇവിടെ വല്ലതും വന്നിട്ട് ഇങ്ങോട്ട് പേടിയും കൂടെ ആകുന്നുണ്ട്. തോന്നുന്നു. ഓടിക്കോ. ബൈക്ക് വലിഞ്ഞു. പോട്ടെ. കഥ ഒന്നും അടയ്ക്കേണ്ട, നേരെ കട്ടിലിൻ്റെ അടിക്കുക. അതാ നല്ലത്. ഓടിക്കോ. അപ്പോഴത്തെ പൗളെ അമ്മച്ചി വന്ന് വെല്ലടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പോലീസ് വന്നടാ. എഴുന്നേറ്റോ. പിടിച്ചടാ. ഇതിത്ര ഉള്ളായിരുന്നില്ലേ, നമുക്ക് ചെയ്യാൻ ഒത്തിരി പരിപാടിയൊന്നും ഇല്ലായിരുന്നു. കഴിഞ്ഞെന്നാന്നേ കളി കഴിഞ്ഞില്ലേ. പാട്ടൊക്കെ മാറാൻ തുടങ്ങി. കഴിഞ്ഞ് കളി കഴിഞ്ഞ് ഇതേൻ്റെ പോലീസ് നിൽക്കുന്നു. ഗെയിം ബൈ റയൽ കൊള്ളാൻ കേട്ടോ. അത്യാവശ്യം നല്ല ഗെയിമായിരുന്നു. ഇതിൻ്റെ അകത്ത് ഏറ്റവും പേടിക്കാനുള്ളത് പാട്ടാണ് കേട്ടോ. നമ്മുടെ ചെവിയുടെ തിമ്പനും അടിച്ചു പോകും, അങ്ങനത്തെ പാട്ടാണ്. താഴോട്ട് ചെന്നിട്ട് കഥ തുറന്ന് നോക്കാം നമുക്ക്. ഇനി പേടിക്കാനൊന്നുമില്ല, ഇനി ഗെയിം കഴിഞ്ഞല്ലോ, ഇനി വിഷയമില്ല. തുറക്കട്ടെ. ഇതേണ്ടേ നമ്മുടെ പൗളാമ്മച്ചിയാന്ന് തോന്നേ നിൽക്കുന്നേ. കഴിഞ്ഞ് ഇനി നമുക്ക് ബൈക്ക് അടിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കൊള്ളായിരുന്നു, കളികളായിരുന്നു. ഇതിൻ്റെ അകത്ത് ഒത്തിരി പരിപാടികൾ നമുക്ക് ചെയ്യാനില്ലെങ്കിലും പേടിക്കാൻ അത്യാവശ്യം ഉണ്ട്. നിങ്ങൾക്ക് തോന്നിയില്ലെങ്കിലും കളിക്കുമ്പോൾ മനസ്സിലാകും. കാരണം ആ ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ നമുക്ക് കാണുമ്പം ഒരു ഇരുണ്ടൊക്കെ അല്ലേ, അതൊക്കെ കാണുമ്പോൾ പേടിയാവും. പിന്നെ അതിൻ്റെ സൗണ്ട് എഫക്റ്റ് എൻ്റെ പൊന്നെ ഒട്ടും കൊള്ളത്തില്ല, നമ്മൾ പേടിച്ചു പോകും. അങ്ങനത്തെ സൗണ്ട് എഫക്റ്റാണ്. എനിക്ക് തോന്നുന്നത് ഇത് ശരിക്കും നടന്നിട്ടുള്ളൊരു കഥയാണെന്നാണ്. കാരണം ഫിയർ ടു ഫാദത്തിനകത്ത് പകുതി മുക്കാൽ കഥ അങ്ങനത്തെ ശരിക്കും നടന്ന കഥയാണ്. പകുതി മുക്കാലും അല്ല, മൊത്തം അങ്ങനത്തെ കഥയാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ഇതായിരിക്കും ബൈ.